9 മൂന്നാം ക്ലാസ്സിലെ പരിസര പഠനം എന്ന ബുക്കിലെ ഒരു പ്രവർത്തനമാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. രണ്ട് കൂട്ടുകാർ തമ്മിൽ ഒരു തർക്കമുണ്ടായി. ഒരു കൂട്ടുകാരൻ പറഞ്ഞു വിത്ത് കുഴിച്ചിട്ടാൽ ആദ്യം ഉണ്ടാകുന്ന ഭാഗം ഇലയാണെന്ന്. മറ്റൊരു കൂട്ടുകാരൻ പറഞ്ഞു വിത്ത് കുഴിച്ചിട്ടാൽ ആദ്യം ഉണ്ടാകുന്ന ഭാഗം വേരാണെന്ന്. ഇവരുടെ തർക്കത്തിന് നമുക്ക് ഉത്തരം കണ്ടെത്താം. ഈ പ്രവർത്തനത്തിന് ആവശ്യമായ സാധനങ്ങൾ: വിത്തുകൾ, കുപ്പി ഗ്ലാസ്, വെള്ളം, പഞ്ഞി. ഞാനിവിടെ 3 തരം വിത്തുകൾ എടുത്തിട്ടുണ്ട്. 3 തരം വിത്തുകൾ എടുക്കാൻ കാരണം ഏത് വിത്താണ് ആദ്യം മുളക്കുന്നത് ആ വിത്തെടുത്ത് ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ്. പിന്നെ ഞാൻ കുപ്പി ഗ്ലാസ് എടുത്തത് നമുക്ക് കാണേണ്ട വേരാണോ ഇലയാണോ ആദ്യം പുറത്തു വരുന്ന ഭാഗമെന്ന്. അതുകൊണ്ടാണ്. ഇന്ന് ആദ്യത്തെ ദിവസമായതുകൊണ്ട് പഞ്ഞി വെള്ളത്തിൽ മുക്കും. വെള്ളത്തിൽ മുക്കി വിത്തുകൾ വെള്ളത്തിലിടും. ഞാനിപ്പോൾ എടുത്ത വിത്ത് തിനയാണ്. ഇനി ഇത് ഗ്ലാസിന്റെ അരികിലേക്ക് വെക്കാം. ഇനി പഞ്ഞി വെള്ളത്തിൽ മുക്കി അടുത്ത വിത്തെടുക്കാം. ചെറുപയറാണ് ഞാനിപ്പോൾ എടുത്ത വിത്ത്. ഞാനിപ്പോൾ എടുത്ത വിത്ത് കടലയാണ്. ഇനി ഈ വിത്തും ഗ്ലാസിന്റെ അരികിലേക്ക് വെക്കാം. ഇത് തിന, ഇത് ചെറുപയർ, ഇത് കടല. ഇനി ഓരോ ദിവസവും ഇതിന് വെള്ളം നനച്ചു കൊടുക്കണം. ഇനി അടുത്ത ദിവസം ഇതിന് എന്തു മാറ്റം എന്നെന്ന് നമുക്ക് നോക്കാം. ഇന്നലെ നമ്മൾ എടുത്തു വെച്ച വിത്തുകൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നോക്കിയാലോ? ചെറുപയർ നോക്കൂ, ഇതിന് മുള വന്നിട്ടുണ്ടല്ലേ? കണ്ടിട്ട് വേര് പോലെയുണ്ട്. കടലേക്കും മുള വന്നിട്ടുണ്ട്. തിനയുടെ വിത്ത് നോക്കൂ, ഇതിനും ചെറുതായിട്ട് മുള വന്നിട്ടുണ്ട്. ചെറിയ വിത്തായതുകൊണ്ട് ശ്രദ്ധിച്ചു നോക്കിയാലേ കാണുകയുള്ളൂ. ഇനി നമുക്കിതിന് വെള്ളം ഒഴിച്ചു കൊടുത്താലോ? കൂടുതൽ മാറ്റങ്ങൾ കാണുന്നതിനായി നമുക്ക് കാത്തിരിക്കാം. ഇന്നലെ മുള വന്ന ഭാഗം കുറച്ചുകൂടെ വലുതായിട്ടുണ്ട്. ഇന്ന് കുറച്ച് കൊച്ചു ഇലകളും വന്നിട്ടുണ്ട്. ഇന്നും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. ഇന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം. വിത്തുകൾക്കൊക്കെ വേരും ഇലകളും വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്കൊരു വിത്ത് പുറത്തേക്ക് എടുത്തു നോക്കിയാലോ?
ഇതിലേക്ക് നോക്കൂ. ആദ്യം മുള വന്ന ഭാഗം വേരായിട്ടുണ്ട്. ഇലകളും കാണുന്നില്ലേ? വിത്ത് മുളക്കുമ്പോൾ ആദ്യം വേരാണ് പുറത്തേക്ക് വരുന്നതെന്നും ഇലകൾ പിന്നീടാണ് വരുന്നതെന്നും നമുക്ക് ഈ പ്രവർത്തനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. താങ്ക് യു.